കാറ്റത്തെ കിളിക്കൂടിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി നിധി സുധീഷിനെ കാണുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, മറ്റെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടെ പറയുന്നു, ശരി നിധി, നമുക്ക് ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് സംസാരിച്ചാലോ? ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് കയറുന്നുണ്ട്. നിധി ജ്യൂസൊന്നും കുടിക്കാതെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുധീഷ് പ്രതീക്ഷിക്കുന്നത് നിധി തൻ്റെ താലി തിരിച്ചു ചോദിക്കാനായിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ള സന്തോഷത്തിലാണ് സുധീഷ് ഇരിക്കുന്നത്. സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നീ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ, എന്താ കാര്യം? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അതെനിക്ക് തരുമോ? പിന്നെന്താ, സംശയമുണ്ടോ? നീ എന്ത് ചോദിച്ചാലും ഞാനത് നിനക്ക് തന്നിരിക്കും. എനിക്ക് ഡൈവോഴ്സ് വേണം. ഇത് കേട്ട് സുധീഷ് ഞെട്ടുന്നുണ്ട്. എന്താ എന്താ നിധി നീ പറഞ്ഞത്? നിനക്കിത് ഒരു ഷോക്കായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുൻപ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി സംസാരിച്ചതല്ലേ? അതെ, നമ്മൾ സംസാരിച്ചു, പക്ഷേ അന്ന് നമുക്കത് പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? ഉടനെ നിധി പറയുന്നുണ്ട്, അന്ന് പറ്റാതിരുന്നത് എൻ്റെ അടുത്ത് ID പ്രൂഫ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ എൻ്റെ ആധാർ കാർഡും എല്ലാം ഉണ്ടല്ലോ. അതുണ്ടെന്ന് വെച്ച് ഡൈവോഴ്സ് വാങ്ങണമെന്നാണോ നിധി നീ പറയുന്നത്? അല്ല, നീ എന്താ ഇത്രയ്ക്ക് ഷോക്കോട് കൂടി സംസാരിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ വിവാഹമൊന്നുമല്ലല്ലോ നടന്നത്. അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടല്ലേ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. പിന്നെ എന്തിനാ നീ ഇത്ര ടെൻഷനാവുന്നത്? അന്ന് എൻ്റെ വിവാഹം മുടക്കാനായി നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടി, പക്ഷെ അതിലെനിക്ക് കുറ്റബോധമുണ്ട്. ഇന്ന് നിയമപ്രകാരം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ടാണല്ലോ അന്ന് രാത്രി മദ്യപിച്ച് നീ എൻ്റെ റൂമിലേക്ക് കയറി വന്നത്. അയ്യോ നിധി, അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഞാൻ മദ്യപിച്ച് അതിൻ്റെ പുറത്ത് അങ്ങ് കയറി വന്നു എന്നേയുള്ളൂ. നീ എന്നോട് ക്ഷമിക്കണം നിധി. ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് താലിയൂരി ഞാൻ നിൻ്റെ കയ്യിൽ തന്നില്ലേ, ഇനി നിയമപ്രകാരം നമ്മൾ വേർപിരിയണം. എന്നിട്ട് സുധീഷ് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് നിധി പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, നീയും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഡൈവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നീ ഇത്രയ്ക്ക് ചിന്തിക്കുന്നത്? ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി ഈ വീട്ടിൽ താമസിക്കാം. നമുക്ക് പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ടാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ഇതൊന്നും കേൾക്കുന്നില്ല. നിധി വീണ്ടും പറയുന്നുണ്ട്, സുധീഷ്, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നമുക്കൊരു അഡ്വക്കേറ്റിനെ കണ്ടാലോ എന്ന്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, അതിനെന്താ, നമുക്ക് പോവാലോ. ഇത് കേട്ട് നിധിക്ക് സന്തോഷമാവാണ്. എന്തു പറഞ്ഞാലും അവസാനിക്കുന്നത് ഡൈവോഴ്സിലാണ്. എനിക്ക് ഇവളോടുള്ള സ്നേഹം ഇവൾക്ക് മനസ്സിലാവുന്നില്ലേ, അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുകയാണോ? എൻ്റെ ഒരു ജീവിതം വല്ലാത്തൊരു ജീവിതം തന്നെ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ നിധി ആസ്വദിച്ച് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷും വീട്ടിലെത്തുന്നു. അകത്തേക്ക് കയറിയതും സുഭാഷ് ഏട്ടാ എവിടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇതാ വരുന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് വരുന്നുണ്ട്. മോളെ, നിനക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ഡിന്നർ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിധി അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് നികേഷ് പറയുന്നു, ചേട്ടാ, ഇവർ രണ്ടുപേരും ഡേറ്റിംഗ് കഴിഞ്ഞ് വരുവാണെന്ന് തോന്നുന്നു. ഡേറ്റിങ്ങോ? അതെന്താണ് നികേഷേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് ചേട്ടന് അറിയാൻ പാടില്ലേ, നമ്മുടെ ഹരീഷ് ചേട്ടനും നീതുവും പോയില്ലേ, അത് തന്നെയാണ് ഈ ഡേറ്റിങ്. ഇത് കേട്ടതും സുഭാഷ് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ഹരീഷിനെ നോക്കിക്കൊണ്ട്, എന്താടാ ഹരീഷേ ഈ പറയുന്നത്? നീയും നീതുവും കൂടി എന്ത് ചെയ്തെന്നാ? ഇല്ല ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്തില്ല, ഇവൻ എന്തൊക്കെ കിടന്ന് പുലമ്പുന്നതാണ്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, രണ്ടുപേര് കൂടി പുറത്തു പോകുന്നതും ജോലിയായി സംസാരിക്കുന്നതൊക്കെയാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കേട്ട് സമാധാനമാവുകയാണ് നമ്മുടെ സുഭാഷിന്. എടാ നികേഷേ, നിനക്ക് ഇതൊക്കെ അറിയാമോ എന്ന് സുഭാഷ് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. എന്താ ചേട്ടാ ഇത്, ഇത്രയും വയസ്സായില്ലേ എനിക്ക്, എന്നിട്ടും ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ലേ? ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ സുധീഷ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റൂമിൽ നിന്നും ഇറങ്ങി വന്ന് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ സുധീഷേ, നിനക്ക് എന്ത് പറ്റി? നിന്റെ മുഖമെല്ലാം വല്ലാതെ ഇരിക്കുന്നല്ലോ, എന്താ നിനക്ക് പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷിനെ തൊട്ട് നോക്കുന്നുണ്ട്. ഒന്നുമില്ല ചേട്ടാ. നിങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയിട്ട് വന്നതല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ്, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ചെറുതായിട്ടൊരു തലവേദന എന്ന് സുധീഷ് പറയുന്നു. പെട്ടെന്ന് നിധി റൂമിൽ നിന്നും വരുന്നുണ്ട്.
സുഭാഷ് ഏട്ടാ, നാളെ എൻ്റെ ഓഫീസിൽ നിന്നും ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് വരാൻ പറയട്ടെ? ഇത് കേട്ടതും സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? നിന്നെ വരാൻ പറ. എന്താ എടുത്തി, എന്തെങ്കിലും വിശേഷമുണ്ടോ? അവരോടെല്ലാം വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, എന്തർത്ഥത്തിൽ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നമ്മുടെ വീട്ടിലേക്കാണ് അവരെ ക്ഷണിക്കുന്നത്. എന്നാൽ നിധി പറയുന്നുണ്ട്, ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവർ വരുന്നത് നമ്മുടെ വീട് കാണാൻ വേണ്ടി തന്നെയാണ്. 100 വർഷം പഴക്കമുള്ള വീടുകളെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ. അപ്പോഴാണ് ഞാൻ ഈ വീടിനെ പറ്റി പറഞ്ഞത്. വീടിന് എത്രത്തോളം സ്ട്രോങ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഇത് കേട്ട് സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ അവൾ എന്നോട് ഡൈവോഴ്സ് ചോദിച്ചത്, പിന്നെ എന്തിനാ നമ്മുടെ വീട് എന്നിങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏട്ടാ, ഞാൻ അവരോട് വരാൻ പറയട്ടെ? അതിനെന്താ മോളെ, നീ വരാൻ പറ. പിന്നെ അവർക്ക് എന്താ കൊടുക്കേണ്ടത്? എന്തായാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ, അവർക്ക് ചേർത്തുകൂടി ഭക്ഷണം ഉണ്ടാക്കിയേക്കാം. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അങ്ങനെ ചേട്ടൻ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയം വരെ മാത്രമേ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടാവത്തില്ല. എന്തായാലും അവർ വരട്ടെ, നമുക്ക് നോക്കാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇതൊന്നും കണ്ടും കേട്ടും നമ്മുടെ സുധീഷിന് ദഹിക്കുന്നില്ല. സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താ ചേട്ടന് അനിയത്തിയോടുള്ള ഒരു സ്നേഹം, ഇഷ്ടമങ്ങ് ചൊരിഞ്ഞു കൊടുക്കുകയല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആർക്കും ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ സുധീഷ് മനസ്സിൽ കരുതുന്നുണ്ട്. രാത്രിയായതും ഹാളിൽ എല്ലാവരും പായ വിരിച്ച് കിടക്കുകയാണ്. നമ്മുടെ നികേഷും ഹരീഷും തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നാൽ സുധീഷ് ഒന്നും തന്നെ മിണ്ടാതെ കിടക്കുന്നത് കണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചേട്ടാ, നീ എന്താ ഒന്നും മിണ്ടാതെ കിടക്കുന്നത്? ഞങ്ങൾ ഇത്രയൊക്കെ ഇവിടെ പറഞ്ഞു, ഒന്നും കേൾക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഉടനെ സുഭാഷ് പറയുന്നുണ്ട്, നികേഷേ, അവന് തലവേദനയാണെന്ന് പറഞ്ഞതല്ലേ, നീ ഒന്നും മിണ്ടാതിരിയടാ. എടാ സുധീഷേ, നിനക്ക് തലവേദനയുടെ മരുന്ന് എന്തെങ്കിലും ഞാൻ എടുത്തു തരണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടല്ലോ, പറയടാ മോനെ. ഒന്നുമില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് എണീറ്റിരുന്ന് ചോദിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ മിണ്ടാതെ കിടക്കത്തില്ലല്ലോ. ഡേറ്റിങ്ങിന് പോയപ്പോൾ അവിടെ വല്ല പ്രശ്നം നടന്നോ? ചിലപ്പോൾ എടുത്തി എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. സാധാരണ ഇതിലിങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് നികേഷും പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇങ്ങനെ എന്താ പ്രശ്നം എന്നിങ്ങനെ മാറി മാറി ചോദിക്കുന്നത് കേട്ട് നമ്മുടെ സുധീഷിന് ആകെ ടെൻഷൻ ആവുകയാണ്, ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതെ കിടക്കോ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഹരീഷും പറയുന്നുണ്ട്, നീ എന്താണ് പ്രശ്നമെന്ന് പറയാതെ ഞങ്ങൾക്കും ഉറക്കം വരില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് സുഭാഷിന് മനസ്സിലായി. എന്താ പ്രശ്നം, പറയടാ സുധീഷേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് എഴുന്നേറ്റ് ലൈറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റിരിക്കുകയാണ്. എനിക്കെന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് സോൾവ് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. ഇത് കേട്ട് ഹരീഷ് അവനോട് പറയുന്നുണ്ട്, എടാ എന്താ കാര്യമെന്ന് പറ. അവളെന്നെ പുറത്തു കൊണ്ടുപോയി എന്താ ചോദിച്ചതെന്നറിയാമോ? ഡൈവോഴ്സാണ് ചോദിച്ചത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. സുഭാഷ് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, എടാ നീ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അവൾ എന്നെ പുറത്തു കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചത് ഡൈവോഴ്സ് വേണമെന്നാ. എന്താ ഡൈവോഴ്സ് കൊടുക്കട്ടെ ഞാൻ? അല്ല, അതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് ഡൈവോഴ്സ് ചോദിക്കാനെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അവളുടെ കാഴ്ചപ്പാടിൽ ഞാനും അവളുമായി നടന്നത് ഒരു വിവാഹമല്ലല്ലോ. അന്ന് രാത്രി മദ്യപിച്ച് ഞാൻ അവളുടെ റൂമിൽ കയറി ചെന്നത് ആ ഒരു അധികാരത്തോടു കൂടിയാണെന്നാണ് അവൾ പറയുന്നത്. ആദ്യം ആ ഒരു അധികാരം ഇല്ലാതാക്കണമെന്ന്, അതിനു വേണ്ടിയാണ് ഡൈവോഴ്സ് ചോദിക്കുന്നത്. എല്ലാവരും സ്റ്റക്കായിട്ടിരിക്കുന്നത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എല്ലാവരും സ്റ്റക്കായിരിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്തി പോവുമല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ കൈ കൊട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഈ വീട്ടിൽ നിന്നും നിന്റെ എടുത്തി പോകുന്നത് കൊണ്ടാണ് നിനക്ക് വിഷമം. എൻ്റെ വിഷമം നിനക്കൊരു പ്രശ്നമല്ല. ഞാൻ എത്രത്തോളം വിഷമിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. എന്നാൽ ഇതെല്ലാം കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ അവൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പറയുന്നത്. ആ കുട്ടി ഇവിടെ ഇരുന്നാൽ മാത്രമല്ലേ, താമസിച്ചാൽ മാത്രമല്ലേ നീയും അവളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അതാണ് അവൻ ഉദ്ദേശിച്ചത്. അവൾ ഡൈവോഴ്സ് ചോദിച്ചാലും ഒരു കാലത്ത് ഞാൻ അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കില്ല. അവൾ എന്നെ ഭർത്താവായി കണ്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയായിട്ടാണ് അവളെ കാണുന്നത്. ഞാൻ അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ?
അവളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഞാൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാനത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അവളെ ഞാൻ അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് എന്നെ വിട്ട് പോവാൻ പറ്റില്ല. ഇന്നേക്ക് 6 മാസം ആകുമ്പോഴേക്കും വാലന്റൈൻസ് ഡേക്ക് അവൾ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു സമയം വരും. അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ഒരു ദിവസം വരും ചേട്ടാ. എല്ലാവരും സുധീഷിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. നിധി ഒരു വാലന്റൈൻസ് ഡേ അന്ന് എന്നോട് പറയും എന്നെ ഇഷ്ടമാണെന്ന് പറയും. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിനിടയിൽ അവൾ മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓഫാക്കി അവിടെ കിടക്കുകയാണ്. എല്ലാവരും കിടക്കുന്നുണ്ട്. പെട്ടെന്ന് നികേഷ് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, എടാ നികേഷേ, നീ ടെൻഷൻ അടിക്കാതെ ഉറങ്ങടാ. നിന്റെ ഏടത്തി എന്നിൽ നിന്നും ഡൈവോഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ ഈ വീട്ടിൽ നിന്നും പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമാധാനത്തോടെ നീ കിടന്നുറങ്ങിക്കോ. നിന്റെ ഏടത്തിയായിട്ടും എൻ്റെ ചേട്ടൻ്റെ അനിയത്തിയായിട്ടും ഇവിടെ തന്നെ അവളുണ്ടാവും. അക്കാര്യത്തിൽ നിനക്കൊരു സംശയം വേണ്ട. നീ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് സുധീഷ്. രാവിലെ എഴുന്നേറ്റതും സുഭാഷ് ഏട്ടൻ വീടെല്ലാം തൂത്തുവാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സുധീഷും ഹരീഷും ഒക്കെ ചിന്തിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടന്? സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, എക്സ് ലവർ എങ്ങാനും വരുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയതാണല്ലോ വീട് ക്ലീൻ ചെയ്യൽ. ഇത് കണ്ട് ഹരീഷും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടാ, ഇന്നെന്താ ആരെങ്കിലും വരുന്നുണ്ടോ ഇവിടെ? എടാ, ഇന്നല്ലേ നിധിയുടെ ഓഫീസിൽ നിന്നും അവരെല്ലാം വരുന്നു എന്ന് പറഞ്ഞത്. പെട്ടെന്നാണ് അവർക്കത് ഓർമ്മ വന്നത്. സുധീഷ് തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ സുഭാഷ് ഏട്ടാ, ഞാനത് മറന്നുപോയി. മറന്നുപോയി എന്ന് നീ പറഞ്ഞാലും മതി. നിന്റെ ഭാര്യയുടെ ഓഫീസിൽ നിന്നും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നീയല്ലേടാ അത് ഓർത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും മറന്നതാടാ, നീ ഒന്നും മിണ്ടാതിരിക്കേ. സുഭാഷ് ഏട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയി ജ്യൂസ് മേടിച്ചുകൊണ്ട് വരണോ? അതൊന്നും വേണ്ടടാ, ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്കുള്ള ജ്യൂസും അവർക്കുള്ള ഭക്ഷണവും ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓ ചേട്ടാ, നിങ്ങൾ സൂപ്പറാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തു നിന്നും ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ചേട്ടാ അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വണ്ടിയിൽ നിന്നും സിദ്ധാർത്ഥും നിധിയും ദിവ്യയും ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി വന്നതും ദിവ്യ സിദ്ധാർത്ഥിന് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതെൻ്റെ സുഭാഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് ഹായ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. ഇത് സുധീഷ് എന്ന് പറയുമ്പോഴേക്കും സുധീഷ് കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് അത് കാണാത്ത മട്ടിൽ നിൽക്കുന്നുണ്ട്. ഹരീഷിനെ നികേഷിനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓ, എല്ലാവരുടെയും പേരുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നല്ലോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇത്രയും പഴക്കമുള്ള വീടാണോ? എത്രത്തോളം പഴക്കമുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഒരു 100 വർഷത്തിന് മുകളിലായി കാണും. ഓ, 100 വർഷത്തിന് മുകളിലൊക്കെ പഴക്കമുണ്ടോ? എന്നാൽ ഞാൻ ഈ വീടൊന്ന് ചുറ്റിക്കാണട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ചുറ്റി കണ്ടോളൂ. എന്താ എടാ സുധീഷ്, നീ ഇവരോടൊപ്പം ഒന്ന് ചെല്ല്, ഞാൻ അവർക്ക് ജ്യൂസ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷും കൂടി വീടെല്ലാം ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ അകത്തേക്ക് കയറുവാണ്. സുഭാഷ് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട്. വീടിനെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സുഭാഷ് പറയുന്നുണ്ട്, ഈ വീട് 100 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടായിരിക്കും. ഞങ്ങൾ 3 തലമുറ ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇത് കേട്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് സിദ്ധാർത്ഥിന്. സിദ്ധാർത്ഥ് നിധിയോട് പറയുന്നുണ്ട്, നിധി, നീ പറഞ്ഞത് ശരിയെ തന്നെയാണ് കേട്ടോ. ഈ വീട് വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഈ വീടിൻ്റെ പഴമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീടിനെ ഇടിച്ചു പൊളിച്ച് പുതിയതൊന്നും ആക്കാത്തത്. അങ്ങനെ നിധി സിദ്ധാർത്ഥിനെയും ദിവ്യയെയും ആ വീടിനെല്ലാം ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. റൂമിലും കിച്ചണിലും ഒക്കെ ചെല്ലുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ് വാ തോരാതെ നിധിയോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും ചുറ്റുപാടുണ്ട് എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഇത് കണ്ട് സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സുധീഷിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഹരീഷിനും സുഭാഷ് ഏട്ടനും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് ദിവ്യ സുധീഷിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, നിധി, നീയും ഇയാളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു നിമിഷം നിധി എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതെൻ്റെ കസിനാണെന്ന് പറയുന്നു. അങ്ങനെ നിധി സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയും പുറമെ കാണാൻ ഒരുപാടുണ്ട് സിദ്ധാർത്ഥ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുഭാഷ് ഏട്ടനും പിറകെ ചെല്ലുവാണ്.
പെട്ടെന്ന് സുധീഷ് സുഭാഷിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഓഹോ, നിങ്ങളിത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ അവളുടെ കസിനാണെന്ന് പറഞ്ഞാൽ എന്താടാ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, കസിൻ എന്ന് പറഞ്ഞ സ്വന്തക്കാരൻ എന്നാണ് അർത്ഥം. ഇത് കേട്ട് ഹരീഷും നികേഷും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നിധി പുറത്തുനിന്നും വിളിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഒന്നിങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ വരുന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഹരീഷും നികേഷും ഇവനെ കളിയാക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. ഡാ വല്ലാണ്ട് ചിരിക്കണ്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഒറ്റ അടി വെച്ച് തരുമെന്ന് പറയുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കുമെടാ, ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. ഒരുപാട് സമയം അവർ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മാറി നിൽക്കുന്നുണ്ട് സുധീഷ്. അവർ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരം സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇല്ല, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ റൈസ് എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറുവാണ്. സുഭാഷ് ഓടിച്ചെന്ന് നിധി പിറകിലായിരിക്കും കയറുക എന്ന് വിചാരിച്ച് പിറകിലെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് നമ്മുടെ നിധി ഫ്രണ്ട് ഡോർ തുറന്ന് അവിടെ കയറിയിരിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ആകെ അന്തം വിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അടുത്താണല്ലോ നിധി ഇരിക്കുന്നത്. അവരങ്ങ് പോയതും സുധീഷ് പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാവരോടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും എന്ത് കണ്ട് നിൽക്കുവാണ്? ഇത് കേട്ട് സുഭാഷേട്ടൻ എന്താടാ കാര്യമെന്ന് ചോദിക്കുകയാണ്. അല്ല, എന്തിനാ ആ മാങ്ങാത്തലയൻ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? മാങ്ങാത്തലയനോ? നീ ആരെക്കുറിച്ചാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് തന്നെ അവനുണ്ടല്ലോ, ആ നിധിയോടൊപ്പം വന്ന അവളുടെ MD, ആ മാങ്ങാത്തലയനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? കാടും മലയും ഒക്കെ കാണണമെങ്കിൽ അങ്ങോട്ട് പോവുക, ഈ വീട്ടിലേക്ക് കയറി വരേണ്ട ആവശ്യമുണ്ടോ അവനക്ക്? അവൻ എന്നെ ഒന്ന് ഗൗനിച്ചത് പോലുമില്ല. അവൻ്റെ തൊഴിൽ വീട് കെട്ടുക എന്നുള്ളതാണ്. ഈ വീട് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് ഹരീഷ് പറയുന്നുണ്ട്. പെട്ടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ, അവർ ഇത്തിരി സ്മാർട്ടാണ്, അതുകൊണ്ടാണോ ഇത്രയ്ക്ക് അസൂയ തോന്നുന്നത്? അവനാണോടാ സ്മാർട്ട് എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നോക്കടാ, എന്താ ഞാൻ സ്മാർട്ടല്ലേ? പറ ചേട്ടാ, ഞാൻ സ്മാർട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പിന്നെ നീ സുന്ദരനല്ലേടാ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ നികേഷ്, നീ ആ മുഖത്തേക്കൊന്ന് നോക്ക്, നല്ല ടെൻഷനുണ്ടല്ലേ? ഉടനെ നികേഷ് പറയുന്നുണ്ട്, അതില്ലാതിരിക്കോ, ആ സിദ്ധാർത്ഥ സാറും നമ്മുടെ നിധിയെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് മുതൽ തുടങ്ങിയതാ ഒരു വെപ്രാളം. കേട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോടാ? നീ നിധിയെ സംശയിച്ചുകൊണ്ടാണോ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? എടാ, നിധിയുടെ MD അല്ലേ അത്? ഒരു മുതലാളിയോട് അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ പറ്റുമോ? കാര്യങ്ങളൊക്കെ പറയേണ്ടത് അവർ തന്നെയല്ലേ? അതിന് നീ ഇങ്ങനെ നിധിയൊക്കെ സംശയിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ, ഞാൻ എൻ്റെ നിധിയെ ഒരിക്കലും സംശയിക്കില്ല. ദൈവമേ, അങ്ങനെ ഒരു തോന്നലും എൻ്റെ മനസ്സിലില്ല. ഞാൻ ആ മാങ്ങാത്തലയൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ ചോദിച്ചപ്പോൾ നിധി എന്താ പറഞ്ഞത്? ഞാൻ അവളുടെ കസിനാണെന്ന്. ഞാൻ കസിനാണോടാ? ഞാൻ അവളുടെ കസിനാണോ? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ, കസിൻ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് സ്വന്തക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ലേ? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കും അവൾ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ, സ്വന്തക്കാരൻ എന്ന് പറഞ്ഞാലേ ഈ കസിൻ എന്ന് പറഞ്ഞാൽ അവളുടെ ചേട്ടനോ അനിയനോ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണോ? ഞാൻ അവളുടെ ഭർത്താവല്ലേ? ആരെങ്കിലും ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയല്ലേ പറയേണ്ടത്? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, അതെങ്ങനെയാടാ ആ കുട്ടി അങ്ങനെ പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള വിവാഹം അതൊരു വിവാഹമായിട്ട് തന്നെ ആ കുട്ടി കണക്കാക്കുന്നില്ല. ആ കുട്ടി ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. നിന്നെയും ഒരു ഭർത്താവായി കാണുന്നില്ല. ഞങ്ങൾ അവളുടെ ചേട്ടനായിട്ടോ ആരായിട്ടോ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. പിന്നെ എങ്ങനെയാടാ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവളുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ ഭർത്താവിൻ്റെ ചേട്ടനാണിത്, ഭർത്താവിൻ്റെ അനിയന്മാരാണിത് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ചേട്ടാ? എങ്കിൽ ഓർത്തോ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവിക്കും. February 14 ആവുമ്പോഴേക്കും ഞാൻ അവളുടെ കഴുത്തിൽ ഒന്നുകൂടി താലി കെട്ടിയിരിക്കും. അവളുടെ വായി കൊണ്ട് തന്നെ ഇതെൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്നതെന്ന് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. 6 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇവൻ താമസിയാതെ ഒരു ഭ്രാന്തനായി തീരും. അത് കേട്ട് സുഭാഷിന് വിഷമം തോന്നുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ്റെ വിഷമം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ? ശരി, നിങ്ങളിങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്.
ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. ഹരീഷിനെയും കാത്ത് നീതു അവിടെ ഇരിക്കുന്നുണ്ട്. നീതുവിനെ കണ്ടതും ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീതു, നിനക്ക് എന്തെങ്കിലും കഴിക്കണോ? വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ? ഇന്ന് എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. എനിക്കത് വേണ്ട, എനിക്ക് വേറെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. ഉടനെ തന്നെ എൻ്റെ അച്ഛനത് എനിക്ക് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് അച്ഛൻ എന്നെ പ്രാഗി പറയുന്നുണ്ട്, വീട്ടിലുള്ളത് അവൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇവൾ ആരാ എന്നൊക്കെ ചോദിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. കൊണ്ടുവന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് നന്നായി ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. എടാ ഹരീഷേ, നിനക്ക് ഏത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം? ഇത് കേട്ടതും ഹരീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എൻ്റെ സുഭാഷ് ഏട്ടൻ എന്തുണ്ടാക്കി തന്നാലും എനിക്കത് ഇഷ്ടമാണ്. ഉടനെ നീതു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ചില ഭക്ഷണമൊന്നും ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരികയും ചെയ്യും. ഞാനത് വാശി പിടിച്ച് മേടിച്ച് കഴിക്കും. എനിക്ക് ഈ വാശി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ അമ്മ എൻ്റെ ചേട്ടന് മാത്രം അവനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഉണ്ടാക്കി തരത്തില്ല. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് ഞാനാ. എത്ര കഷ്ടപ്പെട്ടാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നാൽ അവനുണ്ടല്ലോ, അവനൊന്നും ചെയ്യത്തില്ല. അവനിപ്പോൾ വീട്ടിൽ ഇല്ല കേട്ടോ, എങ്ങോട്ടോ പോയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ ജോലികളൊന്നും ഞാൻ ചെയ്യണ്ടല്ലോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതിനിടയിലാണ് പെട്ടെന്ന് നീതുവിൻ്റെ അച്ഛൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് സുധീഷിനോട് സംസാരിച്ച് നിൽക്കുന്ന നീതുവിനെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ? ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അച്ഛാ. എന്നിട്ട് വണ്ടി എവിടെയെന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്.